ആലപ്പുഴ ഹരിപ്പാട് അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി മരിച്ച യുവതിയുടെ ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അരളിപ്പൂവിന്റെ വിഷമാണോ എന്നറിയാൻ രാസപരിശോധന നടത്തും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രൻ മരിച്ചത്. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ തീരുമാനമെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിഷയം ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഒരു യുവതിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമായി ദേവസ്വം ബോർഡ് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ നമുക്കൊരു നിർദ്ദേശം ഇതുവരെ ആധികാരികമായി നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തീർച്ചയായും ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ ഗൗരവമായി തീരുമാനമെടുക്കും. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ അരളിപ്പൂവ് തന്നെയാണോ വില്ലൻ എന്നറിയാൻ ഇനിയും കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്ന് തോന്നുന്നു. അത് ഇനി എങ്ങനെയായിരിക്കും നടക്കുക? അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇങ്ങനെയൊരു ആശങ്ക രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, അല്ലെങ്കിൽ അതൊരു ചർച്ചയായി വരണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ഹരികൃഷ്ണൻ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അരളിപ്പൂ കഴിച്ചതിന് പിന്നാലെ ഹരിപ്പാട് സ്വദേശിയായ യുവതി മരണപ്പെട്ടത്. അത് ഈ അരളിപ്പൂവാണോ ഇതിന് വിഷാംശം മൂലത്തിലാണ് യുവതി മരിക്കുന്നത്. അരളിപ്പൂവാണോ ഇതിന് കാരണമെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന കൂടി വരേണ്ടതുണ്ട്. ആ തരത്തിൽ അരളിപ്പൂ ഈ ക്ഷേത്ര പൂജയ്ക്ക് കാര്യമായി ഉപയോഗിക്കുന്ന ശരി ഹരികൃഷ്ണൻ, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണ്. പിന്നീട് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നത്.